ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പറിലെ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് SC to list before polls, please to verify count in all EVMs എന്നൊരു ന്യൂസ് ആണ് ആദ്യത്തെ ന്യൂസ്. നമുക്കറിയാം EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഇപ്പൊ കുറെ കാലം കുറെ വിവാദങ്ങളൊക്കെ അത് BJP അനുകൂലമായിട്ട് സെറ്റ് ചെയ്യുന്നു. അതൊക്കെ സത്യത്തിൽ തീർത്തും റബ്ബിഷ് ആയിട്ടുള്ള പിന്നീട് എന്താ പറയുന്നത്, അതൊരു ഒരു 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 ഇതുമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഹാക്കത്തോണൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത് പൂർണ്ണമായിട്ടും തെളിഞ്ഞതാണ്, അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിന്റെ വിശ്വാസ്യതയെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മെഷീനും കൂടെ കൊണ്ടുവന്നു. ആ മെഷീന്റെ പേരാണ് VVPAT എന്ന് പറയുന്നത്. VVPAT. അങ്ങനെ റിഗ്ഗിങ് വല്ലതും ഇലക്ഷനിൽ നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ കുറച്ച് സീറ്റ്സ് ഒക്കെ BJP ഈസി ആയിട്ട് വിൻ ചെയ്യില്ലായിരുന്നു. അതുപോലെ തെലങ്കാന അവർക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ്. അവർ സുഖമായിട്ട് അവർക്ക് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ അവർക്ക് അവിടെ മെയിൻ ഒപ്പോസിഷനെങ്കിലും ആവാൻ പറ്റുമായിരുന്നു. തമിഴ്നാട്ടിൽ 1-2 സീറ്റെങ്കിലും പിടിക്കാൻ പറ്റുമായിരുന്നു. അവിടെ എല്ലാം 0 ആണ്. അവർ തെലങ്കാനയിൽ കുറച്ച് സീറ്റുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവർക്ക് സ്ട്രെങ്ത് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ റിഗ്ഗിങ് എന്നുണ്ടെന്ന് പറ്റുന്ന ഒരു ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ VVPAT കുറച്ചുകൂടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് VVPAT മെഷീനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. VVPAT എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അപ്പൊ അതിലെന്താ ചെയ്യുന്നത്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ഈ VVPAT ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും VVPAT കൂടെ ഘടിപ്പിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ ചെയ്യുന്ന വോട്ട് അപ്പൊ തന്നെ ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് ഈ VVPAT ജനറേറ്റ് ചെയ്യുകയും ഒരു ബോക്സിൽ പോയി വീഴുകയും ചെയ്യും. നിങ്ങളിപ്പോ ലോക്സഭയിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഉടനെ പോകുമല്ലോ, അപ്പൊ നമുക്കത് കാണാം. വോട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരു പ്രിന്റ് ഔട്ട് ജനറേറ്റ് ചെയ്യുക, പ്രിന്റ് ഔട്ട് ഒരു ബോക്സിന്റെ അകത്ത് പോയി വീഴുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം EVM ഒരു ആരോപണം ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്യുന്ന വോട്ട് ആർക്കാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്താണെങ്കിലും സംഭവിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഇപ്പോ ഈ VVPAT അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പ്രിന്റ് ഔട്ടുകൾ പൂർണ്ണമായിട്ടും എണ്ണാറില്ല. 5 പോളിംഗ് ബൂത്തിൽ എങ്ങാണ്ട് മാത്രമാണ് ഒരു സാമ്പിൾ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടി എണ്ണുന്നത്. അതല്ലാതെ പിന്നെ വല്ല എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഒക്കെ വന്നാൽ ചിലപ്പോൾ കുറെ കൂടെ എണ്ണി നോക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നൊരു വിധി വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി എന്ന്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു NGO ഉണ്ട്. ആ NGOയുടെ പേര് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ADR എന്നാണ്. ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR ഇപ്പൊ സുപ്രീം കോടതിയിൽ വീണ്ടും പോയേക്കാണ്. PAL ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് ഈ VVPAT മുഴുവൻ ഈ പ്രിന്റ് ഔട്ടുകളും എണ്ണി നോക്കണം, ഓരോ EVM ആയിട്ട് ഒത്തു നോക്കണം. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ വിശ്വാസ്യതയ്ക്ക് എന്നുള്ള രീതിയിൽ. അത് ഇലക്ഷന് മുമ്പായിട്ട് പിന്നീട് കേൾക്കാം, ആ ഒരു വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പിന്നെ യഥാർത്ഥ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് നമ്മൾ പഴയ പോലെ ബാലറ്റ് രീതിയിൽ ചെയ്താൽ പോരെ. കാര്യം ഇത് ഓരോ പേപ്പർ എടുത്ത് തന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ പഴയ സിസ്റ്റത്തിന് ഈക്വലന്റ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് ആണ് ഫ്രണ്ട് പേജിൽ ഉള്ളത്. പിന്നെ ഇലക്ട്രൽ ബോണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്നും എന്തെങ്കിലുമൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ഇത് ഫേംസ് വിത്തൗട്ട് പ്രോഫിറ്റ്സ് ഡൊണേറ്റഡ് ത്രൂ ഇലക്ട്രൽ ബോണ്ട്സ് എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് പോലും ഇല്ലാത്ത കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട്സ് ഉപയോഗിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുത്തതിന്റെ എവിഡൻസസ് ഉണ്ടെന്നാണ് ഹിന്ദു പറയുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത് കള്ളപ്പണമൊക്കെ ആയിരിക്കും. അല്ലാതെ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കമ്പനി എങ്ങനെയാണ് ഈ ഡൊണേറ്റ് ചെയ്യുന്നത്? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസും കാണാം. പിന്നെ താഴോട്ട് വരുമ്പോൾ 3 ഫ്രീഡ് രാജീവ് കേസ് കൺവിക്ട് സെൻഡ് ബാക്ക് ടു ശ്രീലങ്ക എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം നമുക്കറിയാം. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഇന്ത്യയുടെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു രാജീവ് ഗാന്ധി. ഗാന്ധി ഫാമിലി എന്നുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അവസാനത്തെ പ്രൈം മിനിസ്റ്റർ. അതിനുശേഷം പിന്നെ ഗാന്ധി ഫാമിലി എന്ന് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിട്ടില്ല. 1989 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഭരണം അവസാനിക്കുന്നത്. 91 രാജീവ് ഗാന്ധി മരിച്ചും പോവും, അസാസിനേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം പിന്നെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, അത് മൻമോഹൻ സിംഗ് ആണ്. അല്ലാതെ ബാക്കി ഒരു കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഗാന്ധി ഫാമിലി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ രാജീവ് ഗാന്ധിയെ കില്ല് ചെയ്ത് LTT ആയിരുന്നു. LTT ലിബറേഷൻ തമിഴ് ടൈഗേഴ്സ് ഈളം എന്ന് പറയുന്ന LTT എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ശ്രീലങ്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരാണ് രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്തതിന് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒന്നും ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. എന്തായാലും രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്ത ആൾക്കാര് കുറെ പേര് ജയിലിലായിരുന്നു. അവരെ ഈ ഇടയ്ക്ക് ഫ്രീ ചെയ്തു. അപ്പോൾ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അവര് ശ്രീലങ്കക്കാരും തമിഴിയൻസും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, പിന്നെ അത്രയൊക്കെയാണ് ആ പേജിൽ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ
ഫുൾ ന്യൂസും പൊളിറ്റിക്കൽ ന്യൂസാണ്, ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് മിക്കവാറൊക്കെ എല്ലാ പേജിലും അങ്ങനെ തന്നെയാണ്. അതിനടുത്ത പേജിൽ അതേ അവസ്ഥയാണ്. അടുത്ത പേജിലും ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ആ പേജ് നിങ്ങൾ നോക്കണ്ട. നമുക്കിനി നോക്കാൻ പോകുന്നത് എഡിറ്റോറിയൽസ് ആണ്. ഇപ്പൊ ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്താൽ ഇപ്പൊ കുറച്ച് കാലത്തേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യത്തോടുകൂടി നോക്കേണ്ട എഡിറ്റോറിയൽ തന്നെ ആയിരിക്കും. അതിൽ കറണ്ട് അഫയേഴ്സും കിട്ടും, ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൊക്കാബുലറി കിട്ടും, കോംപ്രിഹെൻഷൻ എബിലിറ്റി കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ അത് മാത്രമല്ല, ഇന്നത്തേക്ക് എഡിറ്റോറിയൽസ് വളരെ ഇൻഫർമേറ്റീവും കൂടെയാണ്. അപ്പം അതുകൂടെ കൊണ്ട് നമുക്ക് ഈ എഡിറ്റോറിയൽസ് ഒന്ന് നല്ല രീതിയിൽ നോക്കണം. ഫിസ്ക്കൽ ബാറ്റിൽ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഈ ഫിസ്ക്കൽ ബാറ്റിൽ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ, ഈ അഡീഷണൽ കടമെടുപ്പ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്താണ് മുമ്പോട്ട് വന്നത്. അമേരിക്ക പോലും കടമെടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കടമെടുപ്പ് എന്ന് പറയുന്നത് അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ കടമെടുപ്പ് ഒരു വിത്തിൻ ദ ലിമിറ്റ് ആയിരിക്കണം. മുമ്പലത്തെക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന് മുകളിൽ കേന്ദ്രം കൊണ്ടുവന്നു. അതാണ് ഈ കേന്ദ്രവും സംസ്ഥാനവും, പ്രത്യേകിച്ച് കേരളവുമായിട്ടുള്ള പ്രശ്നം. കേരളം അതിന് അഗൈൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഒരു നിർദ്ദേശപ്രകാരം കേന്ദ്ര ഇടയ്ക്ക് 10,000 കോടി അങ്ങനെയൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അഡീഷണൽ വീണ്ടും ബോറോയിങ് നടത്താൻ സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു തൽക്കാലം ഇപ്പൊ പറ്റൂല, പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ വിഷയം സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 5-അംഗ ബെഞ്ചിന് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 5-അംഗ ബെഞ്ച് ഇതിൽ കൂടുതൽ വാദം കേൾക്കാൻ പോവുകയാണ്. അപ്പൊ അത് വാദം കേട്ട് കഴിഞ്ഞ് വിധി അനുകൂലമായിട്ട് വന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നല്ലതാണ്. കേരളമാണ് സുപ്രീം കോടതിയിൽ പോയതെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനി അത് ആ ഒരു കേസ് അവർ വാദം കേൾക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വിഷയം എന്താണെന്ന് നോക്കാം. വിഷയം ഇതാണ്. എന്താണെന്ന് ചോദിച്ചാല്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 293 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 293 എന്ന് പറയുന്ന ആർട്ടിക്കിൾ at the heart of this dispute is article 293. അതെന്താണ് നമുക്ക് നോക്കാം. അത് അവിടെ തന്നെ ഒരു പറഞ്ഞുണ്ട്. which confers executive power on states to borrow money within the limits prescribed by the state legislature. അപ്പോ സ്റ്റേറ്റുകൾക്ക് മണി ബോറോ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ. പക്ഷേ അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, സ്റ്റേറ്റിലെ നിയമസഭ, അതാണ് ലെജിസ്ലേച്ചർ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് മണി ബോറോ ചെയ്യാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 293. പക്ഷെ അവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇറ്റ് ഓൾസോ അലൗസ് ദ യൂണിയൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ്, ടു എക്സ്റ്റെൻഡ് ലോൺസ് ആൻഡ് ഗ്യാരണ്ടീസ് ടു ദ സ്റ്റേറ്റ്സ്. ഈ ആർട്ടിക്കിൾ 293 ഉപയോഗിച്ച് തന്നെ യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് ലോൺസ് ആൻഡ് ഗ്യാരണ്ടീസ് സ്റ്റേറ്റുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെന്റർ ടു ഗീവ് ഇറ്റ്സ് കൺസെന്റ് ആൻഡ് ഇമ്പോസ് കണ്ടീഷൻ ഫോർ സ്റ്റേറ്റ്സ് റൈസ് ഫർദർ ലോൺസ് വൈൽ ഏർലി ലോൺസ് ആർ ഔട്ട്സ്റ്റാൻഡിംഗ്. ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കുറെ ലോണുകൾ നിൽക്കുമ്പോൾ വീണ്ടും ലോണുകളും കടങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് സ്റ്റേറ്റുകളുടെ മുകളിൽ അഡീഷണൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കാനും ആർട്ടിക്കിൾ 293 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിയൻ ഗവൺമെന്റിനെയും എംപവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റുകൾക്ക് അവരുടെ ലെജിസ്ലേച്ചറിന്റെ പെർമിഷനോട് കൂടി അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് മണി ബോറോ ചെയ്യാനുള്ള പവർ കിട്ടുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റുകൾക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള ലോൺസും ഗ്യാരണ്ടീസും കൊടുക്കാനുള്ള പവർ ആർട്ടിക്കിൾ 293 കൊടുക്കുന്നുണ്ട്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഒക്കെ സ്റ്റേറ്റുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ലോൺസ് റേസ് ചെയ്യുന്നതിന് മുകളിൽ റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള അവകാശവും ആർട്ടിക്കിൾ 293 ഈ സ്റ്റേറ്റുകൾക്ക്, യൂണിയൻ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ഇതില് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കണ്ടൻഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 293 ഡസ് നോട്ട് കൺഫർ ഓൺ ദ സെന്റർ എനി പവർ ടു റെഗുലേറ്റ് ഓൾ സ്റ്റേറ്റ് ലോൺസ്. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ എല്ലാ സ്റ്റേറ്റ് ലോൺസിനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ ആർട്ടിക്കിൾ 293 എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ ലോൺസും റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ സെന്ററിനില്ല. ഇറ്റ് ക്യാൻ ഇമ്പോസ് കണ്ടീഷൻ ഓൺലി ഓൺ ബോറോയിങ്സ് ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് ബോറോ ചെയ്യുന്നതിന് മാത്രമേ ഇങ്ങനെ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ സെന്ററിൽ നിന്നല്ലാതെ ഈ നമ്മളെ കിഫ്ബി എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഏജൻസി ഇല്ലേ, അവര് മസാല ബോണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം വിദേശത്ത് നിന്ന് പണം അങ്ങനെ മസാല ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്ത്, മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മസാല ബോണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കാത്തവര്. മസാല ബോണ്ട് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളാണ്. അതായത് ഇപ്പൊ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. കേരള ഗവൺമെന്റിനും ഏത് ഗവൺമെന്റിനും ഇന്ത്യൻ ഗവൺമെന്റിനും ഒക്കെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നോ അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് പണം സ്വീകരിക്കാം. അങ്ങനെ ബോണ്ട് എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്ത് പണം സ്വീകരിക്കാം. അത് മിക്കവാറും യൂറോയിലോ അല്ലെങ്കിൽ ഡോളറിലോ ഒക്കെ ആയിരിക്കും.
ആ പണം നമുക്ക് കിട്ടുന്നത്. പക്ഷേ മസാല ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് കിട്ടുന്ന ഇന്ത്യൻ രൂപയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ കൺവെർട്ടബിലിറ്റി ഇഷ്യൂ ഒക്കെ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ മസാല ബോണ്ട് എന്നൊരു പേര് വരാൻ കാരണം അത് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകൾ ആയതുകൊണ്ടാണ്. ഇപ്പൊ കിഫ്ബിയൊക്കെ ഈ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ള പേരിലാണ് ED നമ്മളുടെ തോമസ് ഐസക്കിനെതിരെയൊക്കെ അന്വേഷണമൊക്കെ നടത്തുന്നത്. ഇപ്പൊ ED സമ്മൺ ചെയ്തിട്ട് തോമസ് ഐസക്ക് പോവാതിരിക്കുന്നതൊക്കെ കഴിഞ്ഞ കുറെ കാലമായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത്, അപ്പൊ കിഫ്ബിയൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന പണമല്ലല്ലോ. അപ്പൊ അതിൽ ലിമിറ്റ് വയ്ക്കാൻ സെൻട്രൽ ഗവൺമെന്റിന് അവകാശമില്ല. ആർട്ടിക്കിൾ 293 അതിനുള്ള അവകാശം കൊടുക്കുന്നില്ല. അല്ലാതെ സെൻട്രൽ നിന്ന് ബോറോ ചെയ്യുന്നതിനുള്ള പിന്നീട് എന്റെ മുകളിൽ ഇങ്ങനെ ലിമിറ്റ് വെക്കാനുള്ള അവകാശമേ ഈ ഇത് കൊടുക്കുന്നുള്ളൂ എന്നാണ് കേരള ഗവൺമെന്റിന്റെ സുപ്രീം കോടതിയിലെ വാദം. പക്ഷെ അത് സുപ്രീം കോടതി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് ഇനിയിപ്പോ 5 അംഗ ബെഞ്ച് വാദം കേട്ടതിന് ശേഷം അവർ ഫൈനലി തീരുമാനം എടുക്കുക എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യഥാർത്ഥത്തിൽ പറയുന്നുള്ളത്. കേരളത്തിന്റെ വാദം ഇത്, സെൻട്രൽ ഗവൺമെന്റ് വാദം അവർക്ക് അനുകൂലമായിട്ട്. ഇനി കേരളം വേറെ ചില കാര്യങ്ങളും പിന്നീട് അവിടെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ ഗവൺമെന്റ് ഈ ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ എടുത്തായിരുന്നു, ഒരു സ്റ്റേറ്റിന് ബോറോ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേറ്റിന്റെ SGDP അതായത് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്രയാണോ അതിന്റെ 3%. സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രയുണ്ടോ അതിന്റെ 3% മാത്രമേ ഒരു സ്റ്റേറ്റ് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഫിസിക്കൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ കടക്കണിയിലൊക്കെ ആയിപ്പോകും. അപ്പോൾ ഓരോ വർഷവും ബോറോ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വർഷം ബോറോ ചെയ്യാൻ പറ്റുന്ന 3% ഓഫ് പ്രൊജക്റ്റഡ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പം ഒരു വർഷത്തെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള GDP എത്രയായിരിക്കും, ആ സ്റ്റേറ്റിൽ GDP ആണ് SGDP എന്ന് പറയുന്നത്. ആ SGDPയുടെ 3% ബോറോ ചെയ്യാവുള്ളൂ എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് കണ്ടീഷൻ. അത് കേരളം അംഗീകരിക്കുന്നുണ്ട്, അത് ഓക്കെ. പക്ഷേ അവര് പറയുന്ന വെച്ചാല് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ സ്ഥാപനങ്ങളായിട്ടുള്ള പലതും കാണും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കിഫ്ബി തന്നെ, അവരൊക്കെ സ്റ്റേറ്റ് ബോറോയിങ് എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റേറ്റിന്റെ ഉപ ഏജൻസികളാണ്. ആ ബോറോയിങ് കൂടെ യൂണിയൻ ഗവൺമെന്റ് എടുക്കും. എന്നിട്ട് അതും കൂടെ എടുത്തിട്ടാണ് ഈ 3% അനുവദിക്കുന്നത്. അത് പാടില്ല എന്നാണ് ഇപ്പൊ കേരളം പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഏജൻസീസ് ഇതുപോലുള്ള ബോറോയിങ് നടത്തുന്ന ഈ നെറ്റ് ബോറോയിങ് സീലിംഗിന്റെ മുകളിൽ കൊണ്ടുവരാൻ പറ്റൂല എന്നും കേരള ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇതെല്ലാം ഇനിയിപ്പം സുപ്രീം കോടതി പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അവർ പരിശോധനയ്ക്ക് വിധമായിട്ട് വിധി പറയുമ്പോഴത്തേക്ക് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് കേരളത്തിന്റെ കണ്ടൻഷൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്. ആക്ടിന്റെ പേര് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നാണ്. ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സെന്ററിന്റെയും സ്റ്റേറ്റുകളുടെയും കൂടെ ടോട്ടൽ കടം GDPയുടെ 60% ക്രോസ് ചെയ്യാനും പാടില്ല. ഇന്ത്യയുടെ മൊത്തം കടം, സ്റ്റേറ്റുകളുടെയും സെൻട്രലിന്റെയും കൂടെ കടം മൊത്തം GDPയുടെ 60% ക്രോസ് ചെയ്യാനും പാടില്ല എന്നൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് വച്ചേക്കുന്നത്. ഇതൊക്കെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. അതിനെ ഹിന്ദു അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേരളം പോലുള്ള സ്റ്റേറ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് ഈ ബെറ്റർ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള സ്റ്റേറ്റുകൾ, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ലൈഫ് എക്സ്പെക്ടൻസി, ഹെൽത്ത്, മറ്റ് എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ പീനലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ടാക്സ് ഡെവല്യൂഷൻ ഒക്കെ നടക്കുന്നത്. അതായത് കേരളം പോലുള്ള സ്റ്റേറ്റുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് വിഹിതം കുറവാണ്. ഇപ്പൊ UPക്കൊക്കെ അത് ഭയങ്കര കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ ബെറ്റർ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു കൺസ്ട്രെയിനും ഉണ്ട്. അപ്പം കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ പെർഫോം ചെയ്തത് ഇപ്പോൾ ഒരു പെനാൽറ്റി പോലെ ഈ പറഞ്ഞ സ്റ്റേറ്റുകളുടെ മുകളിൽ വരുന്ന അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം അപ്പൊ എന്തായാലും സുപ്രീം കോടതിയിൽ ഇതാണ് കേസ് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ പരിശോധിക്കാൻ പോയാണ്. അതിന്റെ ഔട്ട്കം വരുന്നവരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഇതാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗെയിം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഡേഞ്ചറസ് ഗെയിം എന്ന് പറയുന്ന എഡിറ്റോറിയലിൽ ബാബ രാംദേവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പതഞ്ജലി എന്ന് പറയുന്ന കമ്പനിയൊക്കെ ബാബ രാംദേവ് സ്റ്റാർട്ട് ചെയ്തതാണ്. FMCG കമ്പനിയാണ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ്. FMCG എന്താണ്? ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി യൂണിലിവർ ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. സെക്കൻഡ് ITC ആണ്. അതുപോലൊരു കമ്പനിയാണ് പതഞ്ജലി. അവരൊപ്പം ഈ ആയുർവേദിക് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലൊരു നിയമമുണ്ട്, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് 1954. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ്സ് ആക്ട് 1954. ഇതിലെ റൂൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്
യാതൊരു സയന്റിഫിക് പ്രൂഫും ഇല്ലാതെ ബാബ രാംദേവിന്റെ പതഞ്ജലി കമ്പനി ഒരു മരുന്ന് ഇറക്കി. ആ മരുന്നിന്റെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. COVID-19 സമയത്താണ് കോവിഡിനെ ക്യൂർ ചെയ്യുമെന്നും പറഞ്ഞ്. അപ്പൊ ആ മരുന്ന് വെച്ച് അവര് അഡ്വർടൈസ്മെന്റ് ചെയ്തു സ്ഥിരമായിട്ട്, കോവിഡ് പൂർണ്ണമായിട്ടും ഈ മരുന്ന് കൊണ്ട് മാറും എന്നും. ആ മരുന്ന് കൊറോണിൽ എന്നാണ് അതിന്റെ പേര്, കൊറോണിൽ. ഈ പേരിൽ അവർ മരുന്നിറക്കി. എന്നിട്ട് പൂർണ്ണമായിട്ട് കോവിഡ് മാറും, കോവിഡ് മാറ്റാൻ ഇത് മതി, വേറെ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അവര് ഇത് പിന്നീട് അഡ്വർടൈസ്മെന്റ് ചെയ്തു. അപ്പോ എന്നിട്ട് അത് മാത്രമല്ല, അവര് പ്രൂവൺ ആയിട്ട്, ഇതൊരു പ്രൂവൺ ആയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല, പക്ഷെ പ്രൂവൺ ആയിട്ടുള്ള അലോപ്പതിയെ അവർ തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുകയും ഇതുപോലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആഡുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെതിരെ ആൾക്കാർ കോടതിയിൽ പോയി. പക്ഷേ ഇത് കൊറോണയിൽ എന്ന് പറഞ്ഞ സംഭവം പൂർണ്ണമായിട്ട് ഉപയോഗമില്ലാത്തൊരു സാധനമാണെന്നല്ല, പക്ഷേ കോവിഡിന്റെ കാഠിന്യമൊക്കെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും, അതൊരു സപ്ലിമെന്റ് പോലെ ഉപയോഗിക്കാം എന്ന് ഈ ഹിന്ദുവിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർ, അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന ഹർഷ് വർദ്ധനും അതുപോലെ നിതിൻ ഗഡ്കരിയൊക്കെ ഈ പറഞ്ഞ പതഞ്ജലിയിലെ ഫൗണ്ടറായ ബാബ രാംദേവിനൊപ്പം പത്രസമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇയാളുടെ ക്ലെയിംസിന് ഒരു ലെജിറ്റമസിയും കൂടെ കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോ എന്തായാലും 2022 വീണ്ടും ഇതിന്റെ പേരിൽ പരസ്യം കൊടുക്കുകയും ഇത് ഈ പറഞ്ഞ ക്ലെയിം ആവർത്തിക്കുകയും ചെയ്തു. അപ്പൊ 2023 സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും ഇത്തരത്തിൽ പരസ്യം കൊടുക്കരുത്, ഇത് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആണ്, യാതൊരു സയന്റിഫിക് അടിത്തറയില്ലാതെയാണ് നിങ്ങൾ പറയുന്നത് പറഞ്ഞിട്ട് കേൾക്കാതെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വീണ്ടും 2023 ഡിസംബറിലും 2024 ഫെബ്രുവരിയിലും കണ്ടൊക്കെ ആഡ് കൊടുത്തു. സുപ്രീം കോടതി ഈ പറഞ്ഞ ബാബ രാംദേവിന് ഇന്നലെ 2 ദിവസം മുമ്പ് കോടതിയിലിട്ട് നിർത്തിപ്പൊരിച്ചു. അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഈ സെക്കൻഡ് എഡിറ്റോറിയൽ. അതിന്റെ കണ്ടന്റ് അത്രയേ ഉള്ളൂ, ജസ്റ്റ് അത് മനസ്സിലാക്കി അത് വായിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇതൊന്നും വേണ്ട, അതിനടുത്ത പേജ്. ഷുഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബോറോ മോർ. അതാ ഇതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ, ഞാൻ ഈ പറഞ്ഞ വിഷയം ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയലിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഷുഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബോറോ മോർ. അത് വായിക്കാൻ താല്പര്യം, ഞാൻ ഇപ്പൊ പറഞ്ഞ എഡിറ്റോറിയൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. അതിനടുത്ത പേജ് അതിനടുത്ത പേജ് പോകുമ്പോൾ പൂർണ്ണമായിട്ട് പൊളിറ്റിക്കൽ പേജുകളാണ്. ഒരു കാര്യം പറയാനുള്ളത്, മേറ്റി ബോഡി CEC CJI to differ ലോക്സഭ ഇലക്ഷൻ സൈറ്റ്സ് അൺഈവൻ പ്ലേയിങ് ഫീൽഡ്. അത് മേറ്റി ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ മണിപ്പൂരിലാണ് മേറ്റി കമ്മ്യൂണിറ്റിയും കുക്കി കമ്മ്യൂണിറ്റി തമ്മിൽ ഭയങ്കര കലാപം നടന്നത്. ഇപ്പോഴും ആ കലാപത്തിന്റെ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്നത് ആ സ്റ്റേറ്റിലാണ്. സോ അവിടുത്തെ ഇലക്ഷൻ മാറ്റിവെക്കണം, ലോക്സഭ ഇലക്ഷൻ എല്ലാ സ്റ്റേറ്റുകൾക്കും ഒപ്പം അവിടെ നടത്തരുത് എന്ന് മേറ്റി കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആരോടൊക്കെ? CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, രാജീവ് കുമാർ പ്ലസ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് DY ചന്ദ്രചൂഡ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ അവിടെ വേറൊരു കാര്യം പറയട്ടെ കേട്ടോ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് സെലക്ഷൻ പ്രോസസ് ഓഫ് ന്യൂ സൈനിക് സ്കൂൾ. സൈനിക സ്കൂളുകൾ ഇന്ത്യയിൽ പുതുതായിട്ട് 100 എണ്ണം തുടങ്ങാൻ പോവുകയാണ്. സൈനിക സ്കൂളുകൾ ഓൾറെഡി ഇന്ത്യയിൽ 33 എണ്ണം ഉണ്ട്, 33. VK കൃഷ്ണമേനോൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പഴയ ഒരു ഡിഫൻസ് മിനിസ്റ്റർ, ജവഹർലാൽ നെഹ്റുവിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന VK കൃഷ്ണമേനോൻ മലയാളിയായിരുന്നു. അദ്ദേഹം തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ആണ് സൈനിക സ്കൂളുകൾ എന്ന് പറയുന്നത്. ഈ സൈനിക സ്കൂളുകൾ ഇവിടെ കേരളത്തിൽ കഴക്കൂട്ടത്തുണ്ട്. സൈനിക സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ജെൻഡർ ബയസ് ഉണ്ടായിരുന്നു ഇത്രയും കാലം. അവിടെ പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കൂലായിരുന്നു, ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു സൈനിക സ്കൂളുകൾ. പിന്നീട് ഈ കഴിഞ്ഞ വർഷം മുതൽ സൈനിക സ്കൂളുകൾ പെൺകുട്ടികൾക്കും തുറന്നു കൊടുക്കുകയാണ്. സൈനിക സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം സൈനിക സ്കൂൾ സൊസൈറ്റിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള സൈനിക് സ്കൂൾ സൊസൈറ്റീസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സൈനിക സ്കൂൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി 100 സൈനിക സ്കൂളും കൂടെ പുതുതായിട്ട് തുടങ്ങാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പക്ഷെ അത് ഈ പറഞ്ഞ സൈനിക് സ്കൂൾ സൊസൈറ്റീസ് ആയിരിക്കൂല നടത്തുന്നത്. ഇനി നടത്താൻ പോകുന്നത് PPP മോഡലിലാണ്. PPP മോഡൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. അതാണ്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ മൊത്തം ഇലക്ഷൻ ന്യൂസ്, അത് നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ പറയാനുണ്ട്. ഒരു കാര്യം, ന്യൂക്ലിയർ പവർ ഈസ് കീ ടു ഡെവലപ്മെന്റ് സേ സ്റ്റഡി എന്ന് പറയുന്ന ന്യൂസ്. ന്യൂക്ലിയർ പവർ ഇന്ത്യ 2017 നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് 2070 2070 ഇന്ത്യ
നെറ്റ് സീറോ, അതായത് കാർബൺ ന്യൂട്രൽ ആവാൻ ആഗ്രഹിക്കുകയാണ്. 2047 ഡെവലപ്ഡ് കൺട്രി ആവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് ആഗ്രഹങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്ന സംഭവത്തില് വലിയ അഡ്വാൻസ്മെന്റ്സ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് വലിയ അഡ്വാൻസ്മെന്റ്സ് ആ ഫീൽഡിൽ വലിയ പവർ ജനറേഷൻ നടത്തിയേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് IAMAയുടെ ഒരു സ്റ്റഡിയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിന്റെയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പം ആ ഒരു സ്റ്റഡിയിലാണ് ഇത് പറയുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതില് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ ഫീൽഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെന്റിൽ കുറെ പ്രോബ്ലംസ് ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. 2008 ഇന്ത്യ US-ഉമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ്. US-ഉമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ്. ആ സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് പോസിബിൾ ആയത് പോലും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കുറെ US-ഉമായിട്ട് ടോക്സ് ഒക്കെ നടത്തി. ഇന്ത്യയുമായിട്ട് ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റാത്തതിന് കുറെ റീസൺസ് ഉണ്ടായിരുന്നു US-ന്. അത് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. NPT എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റിലൊന്നും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല, നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. അത് ഇപ്പോഴും സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ US-ന് ഇന്ത്യയായിട്ട് ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി അവർ ഹൈഡ് ആക്ട് എന്ന് പറഞ്ഞൊരു എക്സംഷൻ കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യയായിട്ട് ന്യൂക്ലിയർ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് ഇന്ന് വരെ US-ന് ഇന്ത്യയിൽ ഒരു ന്യൂക്ലിയർ പവർ പ്രോജക്ട് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ ഒരു ന്യൂക്ലിയർ പവർ പ്രോജക്ട് അവരെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം ആയതായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ നടന്നില്ല. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്രോജക്ട് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തതാണ്. വേൾഡിലെ ഏറ്റവും വലിയ 10,000 ജിഗാവാട്ടിന്റെ ജയ്റ്റാപൂർ. അതിപ്പോഴും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അത് ജെ ആണ് എഴുതിയേക്കുന്നത്, JITAPUR. ജയ്റ്റാപൂർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലാണ്. ഇത് ഫ്രാൻസ് ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഫ്രാൻസിലെ അരേവ എന്ന് പറഞ്ഞൊരു കമ്പനി. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ജയ്റ്റാപൂരിൽ അവിടുത്തെ ആൾക്കാരും പിന്നെ അവിടുത്തെ ശിവസേന എല്ലാം കൂടെ അവിടെ ന്യൂക്ലിയർ റിയാക്ടർ വരുന്നതിനെതിരെ വലിയ അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇതൊരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. കഴിഞ്ഞ 8-10 വർഷമായിട്ട് അത് മുടങ്ങിക്കിടക്കുക. അപ്പൊ എന്തായാലും ഇന്ത്യയില് ക്ലീൻ എനർജി, ന്യൂക്ലിയർ എനർജിയാണ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ഫോംസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ. അതിന് ഒരുപാട് ഡേഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് എന്തെങ്കിലും ലീക്കേജ് വന്നാലാണ് ആ ഡേഞ്ചർ വരുന്നത്. ലീക്കേജിനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ലോകത്താകെപ്പാടെ ഇതൊരിക്കലായിട്ട് ന്യൂക്ലിയർ ലീക്കേജ് ഒരു തവണ വന്നിട്ടുള്ളൂ, ചെർണോബിൽ എന്ന് പറഞ്ഞ യുക്രൈനിലെ ന്യൂക്ലിയർ പ്ലാന്റിൽ. പിന്നെ ഫുക്കുഷിമ എന്ന് പറഞ്ഞ ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വലിയ പ്രോബ്ലം ഒന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ സോളാർ പവർ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2030 500 GWO 500 അതൊക്കെ പഠിച്ചു വെച്ചാണ്. 2030 500 GW ഓഫ് ന്യൂക്ലിയർ സോളാർ പവർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നുള്ള പവർ ഉൽപ്പാദിപ്പിക്കുക ഇന്ത്യയുടെ ലക്ഷ്യമാണ്. അതിന്റെ കൂടെ ഇതേ രീതിയിൽ നമ്മൾ ന്യൂക്ലിയർ സെക്ടറിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താലേ ഇന്ത്യയുടെ വികസനം സാധ്യമാവൂ. അതുപോലെ 2070 ഇന്ത്യ കാർബൺ ന്യൂട്രൽ ആവൂ എന്നാണ് സ്റ്റഡി പറയുന്നത്. അതുപോലെ ഇന്ത്യ റിജക്ട്സ് റിപ്പോർട്ട് ഓൺ അബ്യൂസീവ് കണ്ടീഷൻസ് ആസ് അറ്റ് ഷ്രിംപ് ഹാച്ചറീസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. സംഭവം ഈ ഇന്ത്യയുടെ ഷ്രിംപ് അറിയാലോ, ഷ്രിംപ് നമ്മൾ ഒരുപാട് കയറ്റി അയക്കുന്നുണ്ട് എങ്ങോട്ട്, US-ലോട്ടൊക്കെ. അപ്പൊ അവിടെ ഇന്ത്യയുടെ ചില ഷ്രിംപ് ഹാച്ചറീസിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഹ്യൂമൻ റൈറ്റ്സിനെന്നും പിന്നീട് വലിയ വാല്യൂ കൊടുക്കാതെയാണ് നമ്മൾ അവിടെ പല വർക്കിംഗ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ലാബ് എന്ന് പറഞ്ഞ US-ലെ ഒരു ഏജൻസി ഇന്ത്യക്കെതിരെ റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഇന്നത്തെ പത്രത്തിൽ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. എല്ലാം ബിസിനസ്, അതായത് പ്രൈവറ്റ് ബിസിനസ്സുകളായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഒരു കാര്യം, ഇന്ത്യ പ്ലാൻസ് ടു ബിൽഡ് ഫസ്റ്റ് കൊമേഴ്സ്യൽ ക്രൂഡ് സ്റ്റോറേജ്. ഇന്ത്യയുടെ ആദ്യത്തെ കൊമേഴ്സ്യൽ ക്രൂഡ് സ്റ്റോറേജ് ഇന്ത്യ ഉണ്ടാക്കാൻ പോയാണ്. ഇന്ത്യക്ക് ഓൾറെഡി ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. മംഗളൂരുവിലുണ്ട്, ഒഡീഷയിലുണ്ട്, പിന്നെ ആന്ധ്രയിലുണ്ട്. അങ്ങനെ 2 സ്ഥലങ്ങളിലുണ്ട്. അതിലൊക്കെ മിക്കവാറും ഒക്കെ ദുബായ്, സൗദി ഒക്കെയാണ് അതിൽ ഓയിൽ നിറച്ചേക്കുന്നത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. അപ്പൊ എന്തായാലും പക്ഷെ അതൊന്നും കൊമേഴ്സ്യൽ ക്രൂഡ് സ്റ്റോറേജ് അല്ല. കൊമേഴ്സ്യൽ ക്രൂഡ് സ്റ്റോറേജ് ഇന്ത്യ ആദ്യമായിട്ട് സ്ഥാപിക്കാൻ പോകണം. അത് എവിടെയും നടന്നിരിക്കണം. അത് കർണാടകത്തിലെ പടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരാൻ പോകുന്നത്. അത് പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും ചെയ്യാൻ പോകണം. അതിനു വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ക്ഷണിച്ചേക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്നാണ്. ഇന്ത്യൻ
ആ കമ്പനിയുടെ പേര് പഠിച്ചത് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർച്ച് ലിമിറ്റഡ്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർച്ച് ലിമിറ്റഡ്. അവരാണ് ഈ പറഞ്ഞ ഓൾറെഡി അണ്ടർഗ്രൗണ്ട് ഇതൊക്കെ ഉള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേൾഡ് പേജില് സിംബാബ്വേയുടെ പ്രസിഡന്റ് അവിടെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് അവിടുത്തെ എൽനിനോ മൂലം ഉണ്ടായ ഡ്രൗട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സിംബാബ്വേയുടെ പ്രസിഡന്റിന്റെ പേര് എമേഴ്സൺ. അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ കുറച്ച് പാടാണ്. മാങ്കാക്വ അങ്ങനെ എന്തോ ആണ് വായിക്കുന്നത്. എന്തായാലും അത് അറിഞ്ഞിരിക്കുക. പിന്നെ UNHRC to discuss call for Israel arms embargo. ഇസ്രായേലിന് ആംസ് സെല്ല് ചെയ്യുന്നതിന് ഇസ്രായേൽ ഇപ്പോ ഗാസയിൽ ഹ്യൂമാനിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധം ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ ആംസ് വിൽക്കുന്നതിനെതിരെ ഒരു ആംസ് എംബാർഗോ കൊണ്ടുവരുന്നതിനെ കുറിച്ച് UNHRC ആലോചിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അത് നടക്കുന്ന കാര്യമല്ല. US അത് വീറ്റോ ചെയ്യും. UNHRC എന്ന് പറഞ്ഞാൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഒന്നും പറയാനില്ല. IPL. അതിനടുത്ത പേജില് ഇതാണ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ടൊറന്റോയിൽ വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാനഡയില് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ്. ഈ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ഇപ്രാവശ്യം ഇന്ത്യ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ചെസ് പ്ലെയേഴ്സ് ആയ പ്രജ്ഞാനന്ദ, ഗുഗേഷ്, അതുപോലെ വിദിത് ഗുജറാത്തി, കൊനേരു ഹംപി, പ്രജ്ഞാനന്ദയുടെ സിസ്റ്ററായ വൈശാലി, ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ നിലവിലുള്ള ചെസ് ചാമ്പ്യന് ഈ ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായിരിക്കും എതിരിടാൻ പോകുന്നത്. നിലവിലുള്ള ചെസ് ചാമ്പ്യൻ പുരുഷന്മാരിൽ ഡിങ് ലിറൻ ആണ്. ഡിങ് ലിറൻ ചൈനക്കാരനാണ്. അദ്ദേഹത്തിന്റെ എതിരാളി ആയിരുന്നു തീരുമാനിക്കുന്ന ഇവരുടെ മത്സരത്തിൽ നിന്നായിരിക്കും. പുരുഷന്മാരും വനിതകളും സെപ്പറേറ്റ് ആണ് മത്സരിക്കുന്നത്. ഓക്കെ. പിന്നെ അതിനടുത്ത പേജ് ഒന്നും വേണ്ട. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അടുത്ത ന്യൂസ് പേപ്പർ ആണ് ED can summon anyone for any information. സുപ്രീം കോടതി. അത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. EDയുടെ സമ്മണിങ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തോമസ് ഐസക് ഒക്കെ ED സമ്മൺ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും പോകാറില്ല. അത് അവസാനം മിക്കവാറും അറസ്റ്റിൽ കലാശിക്കുന്ന സാധ്യതയുണ്ട്. കാര്യം അരവിന്ദ് കെജ്രിവാളിന് അത്തരത്തിലാണ് ED അറസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് 10 തവണ കണ്ട അയാള് ED സമ്മണിങ് റിജക്ട് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പം ഇതിപ്പം തമിഴ്നാട്ടിലെ സാൻഡ് മൈനിങ്, ഇല്ലീഗൽ സാൻഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. അവിടുത്തെ അങ്ങനെ 3-4 ഡിസ്ട്രിക്റ്റിലെ കളക്ടർമാരെ വിളിച്ചിട്ട് അവിടുത്തെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് പ്രഷർ മൂലം ഈ കളക്ടർമാർ EDയുടെ മുന്നിൽ അപ്പിയർ ചെയ്തില്ല. അത് വിഷയമായി. സുപ്രീം കോടതി പറഞ്ഞേക്കാണ് EDക്ക് ആരെ വേണമെങ്കിലും PMLA ആക്ടിന്റെ അണ്ടറിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ആക്ടാണ്? PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സമ്മൺ ചെയ്യാൻ അവകാശമുണ്ടെന്നാണ്. പിന്നെ ഇവിടെ ആവശ്യമുള്ള ന്യൂസുകൾ പതഞ്ജലി. ഞാൻ ഇതാണ് പറഞ്ഞത്, പതഞ്ജലിയുടെ കോവിഡ് ക്യൂർ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് ബാബ രാംദേവിന് സുപ്രീം കോടതി ശരിയാക്കിയ കാര്യമൊക്കെ. ബാക്കി ന്യൂസുകളൊന്നും ഇവിടെ ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുന്നു. ഈ പേജിലെ ഒരു ന്യൂസ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുന്നു. ഇല്ല, ആ ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇല്ല, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ നമുക്ക് എഡിറ്റോറിയൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. എ റിഫോം വിൻഡോ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എ റിഫോം വിൻഡോ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇതിപ്പം ഞാൻ കൂടുതൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നിങ്ങൾക്ക് വായിച്ചാലൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ GST കളക്ഷൻ കഴിഞ്ഞ മാസത്തെയും GST കളക്ഷൻ 1.78 lakh crore ആയിരുന്നു. 1,78,000 കോടി രൂപ. ഇന്ത്യയുടെ GSTയുടെ ചരിത്രത്തിൽ ഒരിക്കൽ 1,86,000 കോടി രൂപ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ GST കളക്ഷനാണ് കഴിഞ്ഞ മാർച്ചിൽ രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ മാർച്ചിൽ. നെക്സ്റ്റ് മന്തിൽ അത് 2 lakhs ക്രോസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഈ ലാസ്റ്റ് മന്ത് കംപ്ലൈൻസും എല്ലാം കൊണ്ട് നെക്സ്റ്റ് മന്തിൽ, അതായത് ഈ ഏപ്രിൽ മാസം അടയ്ക്കുന്ന GST ഏതാണ്ട് 2 lakhs crore എന്നാണ്. 2 lakhs crore. അതായത് ഇന്ത്യയുടെ GSTയും ഇൻകം ടാക്സും കളക്ഷനും ഗവൺമെന്റിന്റെ പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ഉൾപ്പെടുന്ന നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻ തന്നെ ഓൾറെഡി
19.9% വളർന്ന് ഈ മാർച്ചിന്റെ പകുതി ആയപ്പോൾ തന്നെ റിവൈസ്ഡ് ആയിട്ട് അവർ വച്ചിരുന്ന എസ്റ്റിമേറ്റിന്റെ ഏതാണ്ട് 97% റീച്ച് ചെയ്തായിരുന്നു. നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻ ആണല്ലോ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും എല്ലാം. GST കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് കൂടി. കഴിഞ്ഞ വർഷം 18 ലക്ഷം കോടിയായിരുന്നു മൊത്തം GST കളക്ഷൻ. അത് 20.18 lakh crore ആയിട്ടാണ് GST കളക്ഷൻ. അതാണ് ഇൻഡയറക്ട് ടാക്സ് കളക്ഷൻ. അപ്പൊ ഡയറക്ട് ടാക്സ് കളക്ഷനും ഭയങ്കരമായിട്ട് കൂടി, ഇൻഡയറക്ട് ടാക്സ് കളക്ഷനും ഭയങ്കരമായിട്ട് കൂടി. ഏതാണ്ട് 40 lakhs crores ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇൻകം ഡയറക്ട് ടാക്സ് കളക്ഷനും ഇൻഡയറക്ട് ടാക്സ് ആയ GST കളക്ഷനും ഉൾപ്പെടെ കിട്ടിയത്. അതായത് 40 ലക്ഷം കോടി രൂപ. അപ്പം ഈ GST ആവറേജ് ലെവലിൽ നോക്കുമ്പോൾ തന്നെ ഒരു മാസം 1.68 lakh crore ആണ് ആവറേജ് GST മന്ത്ലി കഴിഞ്ഞ വർഷം ഗവൺമെന്റ് കിട്ടും. ആവറേജ് 1.6, അതായത് ഏതാണ്ട് 1.7 lakh crore ഏതാണ്ട് ഈക്വൽ ആയി. അതായത് GST തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. GST തുടങ്ങിയ സമയത്തോടെ GST കൊടുത്തു തുടങ്ങിയ ഒരാളാണ് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അന്ന് 80,000 കോടി 90,000 കോടിയൊക്കെ ആയിരുന്നു GST അന്ന് ഗവൺമെന്റിന് ആവറേജ് മന്ത്ലി കളക്ഷൻ എന്ന് പറയുന്നത്. ഇന്നിപ്പം 6.5 വർഷം 2017 പകുതിയിലാണ് തുടങ്ങുന്നത്. ഇപ്പൊ 6.5 years ആയതേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് അതിന്റെ ഇരട്ടി ആയി ആവറേജ് മന്ത്ലി കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന് വലിയ പരാതിയായിരുന്നു GST കളക്ഷൻ ഗവൺമെന്റിന്റെ എക്സ്പെക്ടഡ് രീതിയിൽ ഇൻക്രീസ് ആവുന്നില്ല. അതുകൊണ്ടാണ് GSTയിൽ അവർ റാഷണലൈസേഷൻ കൊണ്ടുവരാത്തത്. GSTയുടെ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ GSTയിൽ ഇപ്പോൾ ഒരുപാട് സ്ലാബ്സ് ഒക്കെ ഉണ്ട്. 0%, 5%, 12%, 18%, 30% അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ റാഷണലൈസേഷൻ കൊണ്ടുവന്ന് ഒന്നുകിൽ 1-2 സ്ലാബ് ആക്കി മാറ്റുക. യൂണിഫൈഡ് ആയിട്ട് ഒറ്റ സ്ലാബാണ് പല രാജ്യങ്ങളിലും. അത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് പോസിബിൾ അല്ല. 2 അല്ലെങ്കിൽ 3 സ്ലാബിലേക്ക് കുറയ്ക്കുക. അതുപോലെ കുറെ പ്രോഡക്ട്സ് GSTയുടെ വെളിയിലാണ്. ഇലക്ട്രിസിറ്റി, പെട്രോളിയം, അതുപോലെ ലിക്കർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പം പക്ഷേ ലിക്കർ ഒന്നും ഒരിക്കലും GSTയുടെ പരിധി കൊണ്ടുവരില്ല. അങ്ങനെ അതിന്റെ വില കുറയും. ലിക്കറിന്റെ വില ഒരിക്കലും കുറയ്ക്കാൻ തയ്യാറാവത്തില്ല. ടൊബാക്കോ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ബാക്കി പെട്രോളിയം പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഗ്യാസ് എങ്കിലും GSTയുടെ പരിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ വില കുറയ്ക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഈ റേറ്റ് റാഷണലൈസേഷൻ പോലെ ബാക്ക് ബർണറിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഗവൺമെന്റിന് എടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഗവൺമെന്റ് വരുമ്പോൾ കാര്യം അത്രയും ഭയങ്കര രീതിയിൽ GST വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും GST ഭയങ്കരമായിട്ട് കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പക്കയായിട്ട് ഈ പറഞ്ഞ റാഷണലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ഗവൺമെന്റിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന് പറഞ്ഞേക്കാണ്. അതുപോലെ ഒരു GST കോമ്പൻസേഷൻ സെസ് ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് GST മൂലം ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ GST കോമ്പൻസേഷൻ ഗവൺമെന്റ് സ്റ്റേറ്റിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റിന് വരുമാനം ഇല്ലാതെയാണ് സ്റ്റേറ്റ് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കോമ്പൻസേഷൻ അതുകൊണ്ട് തന്നെ 2022 സ്റ്റോപ്പ് ആവേണ്ട GST കോമ്പൻസേഷൻ സെസ് അവർ 2026 വരെ നീട്ടിയായിരുന്നു. അപ്പം അതിന് മുമ്പേ അത് നിർത്താവുന്നേ ഉള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കുക. നല്ലൊരു എഡിറ്റോറിയലാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ എ ന്യൂ ലോ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് US-നെ അതിനിശിതമായി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ പറഞ്ഞ വമ്പൻ അറ്റാക്കുകൾ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചെറു വിരല് പോലും അനക്കാതിരുന്ന USA ഈ ഇടയ്ക്ക് അവസാനം ഇന്റർനാഷണൽ പ്രഷർ കൊണ്ട് മുസ്ലിം ലോകത്ത് US-ന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വലിയ ജനരോഷം ഉണ്ടാവുന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന ഒരു റെസല്യൂഷനിൽ അവര് എല്ലാവരും ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. US മാത്രം വോട്ട് ചെയ്യാതെ അബ്സ്റ്റെയിൻ ചെയ്തു. അത് അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷെ എന്നിട്ടും ആ ഒരു റെസൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടെ സീസ് ഫയർ നടത്തണം, അവിടെ വെടിനിർത്തൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ റെസൊല്യൂഷൻ ഉണ്ടാക്കിയത്, റെസൊല്യൂഷൻ പാസ്സാക്കിയത്. പക്ഷേ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് കാര്യമുണ്ട്. ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. ദെൻ ഓൺലി ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ ക്യാൻ ബി ഇറാഡിക്കേറ്റ് ഓർ റെഡ്യൂസ്ഡ്. പക്ഷേ ഒന്നും ചെയ്യുന്നില്ല US. എന്ന് മാത്രമല്ല US ഇപ്പോഴും ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന തിരക്കിലാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആംസ് സപ്ലയർ US ആണ്, ഏറ്റവും വലിയ സപ്പോർട്ടർ US ആണ്. അപ്പം അവര് ഇപ്പോഴും ആംസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പൊ US-ന്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, ലോകത്തിൽ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊക്കെ ഇന്ത്യക്കെതിരെയൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്ക് വലിയ ഡയലോഗുകൾ അടിച്ചാണ്. ഇന്ത്യയിലെ ഇലക്ഷന്റെ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, കോൺഗ്രസ് പാർട്ടിയുടെ ഇൻകം ടാക്സ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇപ്പം നമ്മളുടെ ഷ്രിംപ് മാനുഫാക്ചറിങ് ഹാച്ചറീസിൽ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടൊക്കെ ഇന്ത്യയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു തീവ്രവാദി ഇന്ത്യക്കാർ കില്ല് ചെയ്യാൻ ശ്രമിച്ചു, അത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്, അവനെ കില്ല് തന്നെ ചെയ്യണം. എന്നിട്ട് അതിനെതിരെ ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ പറഞ്ഞു. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ അമേരിക്ക ഇസ്രായേല് ഇത്രയും വൃത്തികേടുകൾ കാണിച്ചിട്ടും അവിടുത്തെ ജനങ്ങളെ
30,000 പേര് മരിച്ചു, 70,000-ഓളം പേര് പരിക്കേറ്റു, 90% പേരും വീടുകളിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു, 100% പേരും സ്റ്റാർവേഷനിലാണ്. എന്നിട്ടും ഇടപെടുന്നില്ല. മുമ്പ് US അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ടായ ഇസ്രായേൽ തെറ്റുകൾ കാണിക്കുമ്പോൾ പലപ്പോഴും അവിടുത്തെ അന്നത്തെ US പ്രസിഡന്റുമാര് അവരെ നേർവഴിക്ക് കൊണ്ടുവന്നതിന്റെ ജിമ്മി കാർട്ടറിന്റെ കാര്യമൊക്കെ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ഇംഗ്ലീഷിൽ അത് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇന്നത്തെ ജോയ് ബൈഡൻ അതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നില്ല. അതിനെ കുറിച്ചാണ് ഹിന്ദുവിൽ 2ാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് ഈസ് ദ കച്ചത്തീവ് ഐസ്ലൻഡ് ഡിസ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് നല്ലൊരു ആർട്ടിക്കിളാണ്, വായിച്ചു നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കച്ചത്തീവ് ഇഷ്യൂ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ ഏത് നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ, അതുപോലെ ലോക്കൽ ലാംഗ്വേജിലെ മലയാളത്തിലെ ഉൾപ്പെടെ ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ഇപ്പം മെയിൻ വിഷയം കച്ചത്തീവ് ഇഷ്യൂ ആണ്. കച്ചത്തീവ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പം ഭയങ്കര പ്രശ്നമായി മാറുമെന്ന് വെച്ചാൽ, കച്ചത്തീവ് എന്ന് പറയുന്നത് ഒരു ആർക്കും വേണ്ടാത്തൊരു ഐലൻഡ്, ആർക്കും വേണ്ടാത്ത ഐലൻഡ് അല്ല. കച്ചത്തീവ് ജനവാസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡ് ആയിരുന്നു. വെറും 300 ഏക്കറിൽ താഴെ വിസ്തീർണമുള്ള ഒരു ഐലൻഡ്. പക്ഷെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ അത് അന്ന് ആ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഗവൺമെന്റിന് മനസ്സിലായില്ല, അന്നത്തെ ഗവൺമെന്റുകൾക്ക്. അതുകൊണ്ട് ഇന്ത്യക്ക് അത് കൈമോശം വന്നു, അല്ലെങ്കിൽ ഇന്ത്യ അത് വിട്ടുകൊടുത്തു ശ്രീലങ്കയ്ക്ക്. ശ്രീലങ്കന്റെ മുകളിൽ ക്ലെയിം വെച്ചു, നമുക്കും അത് ഉപയോഗമുള്ളതായിരുന്നു. നമ്മളത് ഇന്ദിരാഗാന്ധിയുടെ പീരീഡിൽ 1974 വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് വിട്ടുകൊടുത്തപ്പോഴും ഒരു എഗ്രിമെന്റ് വെച്ചായിരുന്നു ഇന്ത്യൻ ഫിഷർമെന്റിന് അത് ഉപയോഗിക്കാമെന്ന്. പക്ഷേ 76 ഒരു സപ്ലിമെന്ററി എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ഫിഷർമെന്റിന് അതിന് മുകളിലുള്ള സകല അവകാശവും ഇല്ലാതായി. അതുകൊണ്ട് സംഭവിച്ചത്, തമിഴ്നാട്ടിൽ നിന്ന് വേറെ 23 കിലോമീറ്റർ ദൂരെയാണ് രാമേശ്വരത്ത് നിന്ന്. ഈ ഫിഷർമെൻ പലപ്പോഴും മീൻ കിട്ടാത്തപ്പം ആ ഏരിയയിൽ പോയി മീൻ പിടിക്കാറുണ്ട്. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്ത് അവിടെ ശ്രീലങ്കൻ ജയിലിൽ ഇടാറുണ്ട്. അവരുടെ ഫിഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ ബോട്ടും എല്ലാം അവർ പിടിച്ച് കോൺഫിസ്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന അവസ്ഥയാണ്. ഒപ്പം അതിനേക്കാളും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചൈനയുടെ പ്രസൻസ്. ചൈന ഈ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചൈന ഇന്ത്യയെ ഇങ്ങനെ വളയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇപ്പം സകല സൗത്ത് ഏഷ്യൻ കൺട്രീസും വളഞ്ഞ് ഇന്ത്യയെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൈന. അപ്പൊ അവർക്ക് ഇപ്പോൾ ഹമ്പൻടോട്ട എന്ന് പറഞ്ഞ ഇന്ത്യയുടെ അടുത്തുള്ള ഒരു പോർട്ട് വരെ അവർ ശ്രീലങ്കയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കച്ചത്തീവിലും കൂടെ അവർക്ക് ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ജസ്റ്റ് 23 കിലോമീറ്റർ അകലത്തിൽ അവർക്ക് ഒരു സ്ട്രാറ്റജിക് പ്രസൻസ് വരും. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കാലത്ത് ഗവൺമെന്റ് ഇത് ചെയ്തു, മണ്ടത്തരമായി പോയി. ഇപ്പൊ അത് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് പ്രയോഗിച്ചത്. അത് പക്ഷേ ഇപ്പൊ ഒരു വലിയ വിവാദമായി മാറി. അതാണ് ഈ കച്ചത്തീവ് വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്ത്യക്ക് വലിയൊരു ലോസ് ആണ്, അത് ഈ സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി അതിനടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ ഒന്നും പറയാനില്ല. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോ അത് നമുക്ക് ആവശ്യമുള്ളതല്ല. 1 second. ഇനി amid friction, India-US plan high-level visits this month എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഈ അമിഡ് ഫ്രിക്ഷൻ, ഇന്ത്യയും US, ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്ത്യയും US തമ്മിൽ ഇപ്പം റീസെന്റ് ആയിട്ട് വലിയ കുറച്ച് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി. പ്രധാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ അവർ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ. പിന്നീട് അതിനു മുമ്പ് ഈ ഗുർബന്ത്വന്ത് സിംഗ് പന്നുൻ എന്ന് പറയുന്ന സിഖ് തീവ്രവാദിയെ അവിടെ വെച്ച് കൊല്ലാൻ, US സോയിലിൽ വെച്ച് കൊല്ലാൻ ഇന്ത്യക്കാർ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇന്ത്യക്കും US-നും ഇടയിൽ ഉണ്ടായ ഈ സിറ്റുവേഷനിൽ ഇന്ത്യയുടെയും US-ന്റെയും ഇടയിൽ ഹൈ ലെവൽ വിസിറ്റ്സ് ഈ മാസം പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നാണ്. അതായത് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയ വിനയ് ക്വാത്ര, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയുടെ പേര് വിനയ് ക്വാത്ര എന്നാണ്. അദ്ദേഹം അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? US-ലേക്ക്. US-ന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ. US-ന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയ ജേക്ക് സള്ളിവൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോ ഇത് 2 ഹൈ ലെവൽ വിസിറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇന്ത്യയും US തമ്മിൽ ഇങ്ങനെയുള്ള ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും തൽക്കാലം US-ന് ഇന്ത്യയെ കൈവിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്ക് US-നെ കൈവിട്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. US ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ഒക്കെ നല്ല ബന്ധമാണ്. പക്ഷേ US-ന് ഇന്ത്യ കൈവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ പസഫിക് മേഖലയിൽ അവരുടെ സ്ട്രാറ്റജിക് പാർട്ണർ അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്ത്യയെ പോലൊരു പാർട്ണർ, ഇത്രയും വലുപ്പമുള്ള, ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും ഡിഫൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരു വേറെ രാജ്യം ഈ മേഖലയിൽ ഇല്ല. ചൈനയെ അവർക്ക് എതിർക്കണ്ടേ ഇന്ത്യ പസഫിക്കിൽ. അപ്പോൾ അവർക്ക് ചുമ്മാ ഈ ഊപ്പിടി കാണിക്കലാണ്, അതിനപ്പുറം ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ
ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇവിടെ ഉണ്ട്. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ എല്ലാവർക്കും അറിയാമായിരിക്കും. FSSAI ആണ് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ട്രൈ സീക്സ് മോർ ഇൻപുട്സ് ഓൺ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് പോളിസി എന്നൊരു ന്യൂസ് കാണാം. ട്രൈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെലികോം സെക്ടറിലെ റെഗുലേറ്റർ ആണ് ട്രൈ. ടെലികോം സെക്ടറിലെയും ബ്രോഡ്കാസ്റ്റിംഗ് സെക്ടറിലേക്ക് റെഗുലേറ്റർ ആണ് ട്രൈ. ട്രൈയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ട്രൈയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹി. പിന്നീട് ഫസ്റ്റ് ബാച്ച് ഓഫ് 64 ഇന്ത്യൻ വർക്കേഴ്സ് ഫ്രം ഹരിയാന, ഉത്തർപ്രദേശ് ലീവ്സ് ഫോർ ഇസ്രായേൽ. ഇസ്രായേലിലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ മുമ്പ് ജോലി ചെയ്യുന്ന പാലസ്തീനുകളായിരുന്നു. ഈ പാലസ്തീനുകളായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് പാലസ്തീനുകളെ ഇപ്പൊ അവരെ എടുക്കുന്നില്ല, പകരം ഇന്ത്യക്കാരെ എടുക്കുകയാണ്. അപ്പം ഇന്ത്യക്കാർ അങ്ങോട്ട് ആൾക്കാർ പോയി തുടങ്ങി. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. ഇന്ത്യയെ 10 വർഷം ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസും ഉണ്ട്. മൻമോഹൻ സിംഗ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മാർച്ച് മാനുഫാക്ചറിംഗ് PMI സർവേ സിഗ്നൽസ് 16-year പീക്ക് എന്നൊരു ന്യൂസ് കാണാം. അതായത് മാർച്ചില് മാനുഫാക്ചറിംഗ് PMI എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് 16 വർഷത്തെ ഏറ്റവും ഉയരത്തിലാണ് മാർച്ചില്. അതായത് 50-ൽ കൂടുതൽ ഒരു റീഡിംഗ് രേഖപ്പെടുത്തിയാൽ ഗ്രോത്തിനെയാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ ഈ മാസത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് 59.1 ആയിരുന്നു ഇപ്രാവശ്യത്തെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് ഷോയിങ് ദ ബിഗ്ഗസ്റ്റ് എവർ ഗ്രോത്ത്, നോട്ട് ബിഗ്ഗസ്റ്റ് എവർ ഗ്രോത്ത്, ബിഗ്ഗസ്റ്റ് ഗ്രോത്ത് ഇൻ ദ ലാസ്റ്റ് 16 years. ദാറ്റ് വാസ് റെക്കോർഡ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. സോ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്പിംഗ് വെരി ഫാസ്റ്റ്, അല്ലെങ്കിൽ അഡ്വാൻസിങ് വെരി ഫാസ്റ്റ്. അതാണ് ഇതിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ വേറെ ന്യൂസുകൾ. DGCA വിസ്താരക്കെതിരെ ചില കാര്യങ്ങൾ. വിസ്താര ടാറ്റയുടെ എയർലൈൻ ആണ്. DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിലെ സേഫ്റ്റി റെഗുലേറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ള, ഈ സെനഗൽ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. സെനഗൽ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. സെനഗൽ ക്യാപിറ്റൽ ഡാക്കർ ആണ്, DAKAR. സെനഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ബസിറോവ് ഡയമോയെ ഫയെ എന്ന് പറയുന്ന ആള് സെലക്ട് ആയി. അതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ബസിറോവ് ഡയമോയെ ഫയെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ കംപ്ലീറ്റ്ലി IPL ആണ്. അതിനടുത്ത പേജിൽ അങ്ങനെ പ്രത്യേകിച്ച് AFF, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഇന്ത്യയുടെ ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്ന AFF ആണ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ഓക്കെ, പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചുണ്ട്. അതിൽ ഇന്റർ മിലാൻ സിരി എയിൽ വിൻ ചെയ്യാറായി എന്നൊരു ന്യൂസ് ഉണ്ട്. സിരി എ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിന്റെ പേരാണ് സിരി എ. ലാ ലിഗയെ കുറിച്ച് അവിടെ ന്യൂസ് ഉണ്ട്. ലാ ലിഗ സ്പാനിഷ് ഫുട്ബോൾ ലീഗാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദു എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് എല്ലാവരും വീഡിയോ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. താങ്ക് യു സോ മച്ച്.